ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയും LDF മൗനവും കോഴിക്കോട്ടെ രാഷ്ട്രീയ ചർച്ചകൾക്ക് ചൂടേറുന്നു. വർഗീയ ശക്തികളിൽ നിന്നും പിന്തുണ തേടുന്ന CPM നിലപാടാണ് വീണ്ടും വിവാദത്തിലാകുന്നത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും രമ്യ ദാസ് ചേരുകയാണ്. രമ്യ, കഴിഞ്ഞ ദിവസമാണ് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി അടക്കം നിലപാട് വ്യക്തമാക്കിയത്. BJPയെ തോൽപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം. LDFനും UDFനും ഞങ്ങളുടെ പിന്തുണ നൽകും. പക്ഷേ LDF ആയാലും UDF ആയാലും ഈ വർഗീയ ശക്തികളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. അതായത് വോട്ട് വേണം, വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്, പ്രീണന രാഷ്ട്രീയമാണ് LDFും UDFും സ്വീകരിക്കുന്നത് എന്നത് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്നത്. അതായത് SDPI അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി കൃത്യമായി തന്നെ പറഞ്ഞാൽ വർഗീയ രാഷ്ട്രീയം അല്ലെങ്കിൽ അത്തരത്തിൽ കൊണ്ടുപോകുന്ന രണ്ട് സംഘടനകളാണ് ഇവ രണ്ടും. പക്ഷേ ഇവ രണ്ടും ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ വലത് ഇടത് പക്ഷങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് തന്നെയാണ് പല തെരഞ്ഞെടുപ്പുകളിലുമെല്ലാം എടുത്തിട്ടുള്ളത്. അത് ഏത് തെരഞ്ഞെടുപ്പാവട്ടെ, നിയമസഭയായാലും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പായാലും പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ഇടത് വലത് മുന്നണികൾക്കാണ് ഇവരുടെ പിന്തുണ പ്രഖ്യാപിക്കുന്നത്. പല ഘട്ടങ്ങളിലും ഇപ്പോൾ നമുക്ക് ജമാഅത്തെ ഇസ്ലാമിയെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, മുഖ്യമന്ത്രി ഉൾപ്പെടെ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ സംഘടനയാണെന്ന് ഉൾപ്പെടെ പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും പലപ്പോഴും ഈ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ഇവരുടെയൊക്കെ വോട്ടുകൾ നേടിയാണ് പല തെരഞ്ഞെടുപ്പുകളിലെല്ലാം LDF എല്ലാം മുന്നോട്ട് പോയിട്ടുള്ളത്. ഇത് പലപ്പോഴും പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ വോട്ട് വാങ്ങിയെങ്കിലും ഇത് LDFന് പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ഇവർ തുറന്നു പറയുന്ന രീതിയൊന്നും ഇത്തരത്തിലുണ്ടായിട്ടില്ല. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വോട്ട് വാങ്ങി ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പുകളെ നേരിടുകയും പിന്നീട് തള്ളിപ്പറയുന്ന നിലപാടാണ് പലപ്പോഴും LDF എല്ലാം നടത്തിയിട്ടുള്ളത്. ഇത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും വലിയൊരു ചൂടേറിയ ചർച്ചയാകുന്നതും BJP ഈ വിഷയത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നതും. അതായത് ഈ CPMന്റെ ഇരട്ടത്താപ്പാണ് ഇത്തരത്തിൽ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം പല ഘട്ടങ്ങളിലായിട്ട് വെൽഫെയർ പാർട്ടിയുടെ വോട്ടെല്ലാം ഇവർ പല തെരഞ്ഞെടുപ്പുകൾ നേടിയിട്ടുണ്ട്. ഇത്തവണയും ഇത്തരത്തിൽ വലിയൊരു പിന്തുണ അല്ലെങ്കിൽ SDPയുടെ ഒരു പിന്തുണ തന്നെയാണ് ഈ വെൽഫെയർ പാർട്ടിയുടെ ഒരു പിന്തുണ തന്നെയാണ് LDF സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കൃത്യമായി തന്നെ നേടിയിട്ടുണ്ടെന്ന് 2016 ഉൾപ്പെടെ നേമത്തുൾപ്പെടെ വട്ടിയൂർക്കാവിൽ ഉൾപ്പെടെ നേടിയിട്ടുണ്ടെന്ന് മുരളീധരൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം UDF ഈ ഒരു ഘട്ടത്തിൽ പല ഘട്ടങ്ങളിലും ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും അല്ലെങ്കിൽ SDPയുടെയും വെൽഫെയർ പാർട്ടിയുടെയൊക്കെ പിന്തുണ നേടിയിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും LDF ആണ് ഇത്തരത്തിൽ ഒരു ഇരട്ടത്താപ്പ് നയം പിന്തുടർന്നു വരുന്നത്. കാരണം ഇവരുടെ തെരഞ്ഞെടുപ്പുകളെല്ലാം ഇവരുടെ പിന്തുണ നേടുകയും പിന്നീട് തള്ളിപ്പറയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഇതിലെടുത്ത് പറയുകയാണെങ്കിൽ ഈ കുമ്മനം രാജശേഖരൻ, അതായത് 2016 തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ K മുരളീധരൻ മത്സരിക്കുന്ന സമയത്ത് കുമ്മനം രാജശേഖരനായിരുന്നു എതിർ സ്ഥാനാർത്ഥി, NDAയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചിരുന്നത്. ആ ഘട്ടത്തിൽ കൃത്യമായി തന്നെ UDFനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് വെൽഫെയർ പാർട്ടി എടുത്തിട്ടുള്ളത്. ഇത് ഇവർ 2019 മുതൽ ഒരു ദേശീയ തലത്തിൽ ഒരു ഇന്ത്യ സഖ്യവുമായി പിന്തുണയ്ക്കുന്ന നിലപാട് എടുത്തതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് ഇത്തരത്തിൽ UDFനെ പിന്തുണച്ചത്. പല സ്ഥലങ്ങളിലും, അതായത് കേരളത്തിലുടനീളം ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് LDFനെയും അതുപോലെ തന്നെ UDFനെയും പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഇവർ എടുത്തിട്ടുള്ളത്. കാരണം ഇത് ഇന്ത്യ സഖ്യവുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നിലപാട് എടുത്തിട്ടുള്ളത്. അന്ന് പരസ്യമായി തന്നെ ഈ ഒരു വിഷയം K മുരളീധരൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിൽ കൃത്യമായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, കൃത്യമായി ഇരട്ടത്താപ്പാണ് LDF ഇവിടെ പിന്തുടരുന്നത്. അതായത് പല തെരഞ്ഞെടുപ്പുകളിലും ഇവിടെ പിന്തുണ നേടുകയും പിന്നീട് തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഈ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ തന്നെയാണ് ഉള്ളത്. കാരണം BJPക്ക് വലിയ മുൻതൂക്കമുള്ള മേഖലകൾ ഉൾപ്പെടെ, അതായത് പാലക്കാടായാലും നേമമായാലും എടുത്ത് നോക്കുകയാണെങ്കിൽ BJPക്ക് വലിയ മുൻതൂക്കമുള്ള മേഖലകളിൽ ഇവർ LDFനെയും അതുപോലെ തന്നെ UDFനെയും പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് ഇത്തവണ എടുക്കുന്നത്. കഴിഞ്ഞ തവണ ഏകദേശം 19 സീറ്റിൽ ഉൾപ്പെടെ വെൽഫെയർ പാർട്ടി മത്സരിച്ചിരുന്നു. പക്ഷേ ഇത്തവണ ഇത് മത്സരരംഗത്തേക്ക് ഇല്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. കൃത്യമായി തന്നെ BJP ഒന്നാം സ്ഥാനത്തേക്ക് വരുന്ന ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഉള്ള സ്ഥലങ്ങളിൽ കൃത്യമായി തന്നെ രണ്ടാം സ്ഥാനത്തുള്ള പാർട്ടി, അത് LDF ആവട്ടെ UDF ആവട്ടെ, അവരെ പിന്തുണയ്ക്കുക നിലപാടാണ്. അതായത് രമ്യ, കൃത്യമായ ഒരു നിലപാട് ഈ വെൽഫെയർ പാർട്ടി പ്രഖ്യാപിക്കുകയാണ്. അതായത് BJP ആണ് ശത്രു, LDFനോടും UDFനോടും യാതൊരു പരാതിയും പരിഭവങ്ങളുമില്ല, മാറി മാറി അവരെ പിന്തുണയ്ക്കും, വിജയിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. പക്ഷേ നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ആശയം
ദേശീയതയെ പോലും വെല്ലുവിളിക്കുന്ന ആശയമാണ്, രാജ്യസുരക്ഷയ്ക്ക് പോലും ഭീഷണിയാകുന്ന ആശയങ്ങളാണ് അവർ വച്ചു പുലർത്തുന്നത്. അങ്ങനെയുള്ള ഒരു സംഘടനയുടെ രാഷ്ട്രീയ മുഖത്തിന്റെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയാനുള്ള ആർജവം LDFും UDFും കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർ ഭീകരതയെ പ്രത്യക്ഷത്തിൽ തന്നെ പിന്തുണയ്ക്കുകയാണ് എന്ന് വ്യക്തമാവുകയാണല്ലേ? തീർച്ചയായും KP, ഇത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. കാരണം പല തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ തന്നെയാണ് കേരളത്തിലുടനീളം സംഭവിച്ചിട്ടുള്ളത്. കാരണം വെൽഫെയർ പാർട്ടി ആവട്ടെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ആവട്ടെ ഇത്തരത്തിൽ വലത് ഇടത് സഖ്യങ്ങളെ പിന്തുണയ്ക്കുന്ന നിലപാട് തന്നെയാണ് പിന്തുടരുന്നത്. കാരണം സമസ്ത ഉൾപ്പെടെ ഈ കഴിഞ്ഞ സംസ്ഥയുടെ 100ാം വാർഷികവുമായി അനുബന്ധിച്ച് കൃത്യമായി തന്നെ ഒരു പ്രമേയം തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അവർ പുറത്തിറക്കിയിരുന്നു. കാരണം കൃത്യമായി തന്നെ വലിയ തോതിലുള്ള ഒരു മതരാഷ്ട്രവാദം പറയുന്ന സംഘടനയാണ്. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മത്സരിക്കുന്നില്ല എന്ന നിലപാട് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി എന്നൊരു സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. പക്ഷേ പിന്നീട് അവർ അധികാരമോഹത്തിലേക്ക് വരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ അന്ന് സമസ്ത ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പ്രമേയമൊക്കെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഉയർത്തിയിരുന്നു. അതായത് ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഈ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിൽ പ്രസ്താവനയെല്ലാം ഇറക്കിയതാണ്. കാരണം ഇവർ മതരാഷ്ട്രവാദമാണ് അല്ലെങ്കിൽ വർഗീയ സംഘടനയാണ് എന്നുള്ള രീതിയിലെല്ലാം ഇത്തരത്തിലൊരു പ്രമേയം അല്ലെങ്കിൽ ഒരു പ്രസ്താവനയെല്ലാം ഇറക്കിയതിനു ശേഷവും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്തരത്തിൽ ഇവരുടെ പിന്തുണയോടുകൂടി മത്സരിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വലത് ഇടതുപക്ഷങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. അതായത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രണ്ട് മുന്നണികളുടെയും ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ്. കാരണം അധികാരത്തിലേറാൻ പിന്തുണ തേടുകയും പിന്നീട് തള്ളിപ്പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുന്നൊരവസ്ഥയാണ് LDF പ്രത്യേകിച്ചും കാണിക്കുന്നത്. സർദിനെയാണ് വർഗീയ പ്രീണനം തുടരുകയാണ് LDFും UDFും. കോഴിക്കോട് നിന്നും രമ്യാദാസാണ് വിശദാംശങ്ങൾ നൽകിയത്.